ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ വീട് പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റിയ കുറച്ച് ടിപ്സ് എല്ലാം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രാവിലെ തന്നെ മക്കളെല്ലാം സ്കൂളിൽ പോകുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ അവർ ഒക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാലെല്ലാം നമുക്ക് വേഗം തന്നെ നമ്മളെ വീട് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് അധികം പണിയൊന്നും ഉണ്ടാവില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വേഗം നമ്മളെ വീടെല്ലാം ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ചില ഐഡിയകളെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പുറത്ത് നല്ല മഴയുണ്ടായിന്. അപ്പോൾ കുറച്ച് സമയം ആ മഴയെല്ലാം നോക്കി നിന്നിട്ട് ഉള്ളിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധിക സമയമൊന്നും നമുക്ക് ഈ മഴയൊന്നും കണ്ടിട്ട് നിൽക്കാകില്ല കേട്ടോ. നമുക്ക് വേഗം തന്നെ പണി ചുരുങ്ങിയ സമയം കൊണ്ട് വേഗം തീർക്കണം. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ലിവിങ് ഹാളിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിടെ ഇതേപോലെ മക്കൾ മദേഴ്സിലത്തെ ബാഗും പിന്നെ തോർത്ത് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അവർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഞാൻ കർട്ടൻ പൊന്തിച്ചിട്ടുണ്ട്. ഇനി ഇതാ ടി വി എല്ലാം ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പൊടിയെല്ലാം പിടിച്ചിട്ടുണ്ടാവും, അപ്പോൾ തുടച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ടി വി വെക്കലില്ല. വെക്കേഷൻ ടൈമിലെല്ലാം കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നെ സ്കൂള് മദേഴ്സ് എല്ലാം ആയില്ലേ, അപ്പോൾ പഠിക്കാനെല്ലാം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ടി വി റീചാർജ് ഒന്നും ചെയ്യില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതാ ഞാൻ ഇവിടെ ഈ വാതിലിൻ്റെ അടുക്കില്ല കർട്ടനെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചവിട്ടിയില്ല നമ്മളെ വാതിലിൻ്റെ അടുക്കില്ല, അതെല്ലാം നന്നായി ഒന്ന് കുടഞ്ഞിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇങ്ങനത്തെ എല്ലാം പണി ചെയ്താൽ നമുക്ക് അടിക്കുമ്പോൾ അത്ര പണി കാണൂല കേട്ടോ. എല്ലാ സാധനവും നമ്മൾ ഒതുക്കി വെച്ചാൽ അത്ര പണി കാണൂല കേട്ടോ. അപ്പോൾ ഇതാ ബെഡ്റൂമിലേക്ക് പോയിട്ട് പിന്നെ ആ ബെഡ്ഷീറ്റും എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. നല്ല വൃത്തിയാക്കിയിട്ട് പിരിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മക്കളും ഉമ്മാവും കിടക്കുന്ന റൂമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇങ്ങനെ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കാം. നമുക്ക് ആ പിന്നെ ബെഡ്റൂമെല്ലാം നല്ല ക്ലീനാക്കി എടുക്കുമ്പോൾ നല്ലൊരു സന്തോഷമായിരിക്കും. ആ ബെഡ്റൂം ക്ലീനായിട്ടെല്ലാം കാണുമ്പോൾ നല്ലൊരു നമുക്ക് ഇനിയും പണിയെടുക്കാനുള്ള ഒരു എനർജി തോന്നും കേട്ടോ. അപ്പം ഇതാ അവർ പുതച്ച പുതപ്പെല്ലാം ഞാൻ ഇതാ മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചുരുട്ടിയിട്ട് ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചാൽ നമുക്ക് അധികം സ്ഥലമൊന്നും വേണ്ട കേട്ടോ. ഇതേപോലെ വിരിപ്പൊന്നും വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കുന്നതിന് മുമ്പേ ഇങ്ങനത്തെ എല്ലാം പണി ചെയ്താൽ നമുക്ക് അടിക്കുമ്പോൾ അങ്ങനെ പണി കാണൂല കേട്ടോ. അടിക്കുമ്പോൾ നേരെ അടിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. അടിക്കുന്ന സമയമാണ് ഇതെല്ലാം ഒതുക്കി വെക്കാൻ നിന്നാൽ പാട് സമയം എടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആദ്യം തന്നെ ഒന്ന് നോക്കി ചെയ്താൽ നമുക്ക് അത്ര സമയമൊന്നും വേണ്ട. വേഗം തന്നെ നമുക്ക് പണിയെല്ലാം എളുപ്പം ചെയ്ത് തീർക്കുകയും ചെയ്യാം കേട്ടോ. ഇതാ രണ്ടാമത്തെ ബെഡും ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ആ നിസ്കാരക്കുപ്പായെല്ലാം പിന്നെ അങ്ങനെ സ്ഥാനം മാറിയിട്ടെല്ലാം നമ്മൾ വെച്ചെടുക്കുന്നെല്ലാം ഒന്ന് മാറിയിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതെല്ലാം ഒന്ന് ആ വെച്ച സ്ഥലത്ത് തന്നെ എടുത്ത് വെച്ച് കൊടുക്കാം. ഏത് സാധനവും നമ്മൾ ആ വെച്ചാൽ നമുക്ക് നല്ലൊരു ക്ലീനായിട്ട് കാണുകയും ചെയ്യും കേട്ടോ. അധികം ബുദ്ധിമുട്ടൊന്നും കാണൂല പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കർട്ടനൊക്കെ ഒന്ന് പിന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയിട്ടുണ്ടാവില്ല, അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതാ ഡൈനിങ് ഹാളിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ ഇതാ ടേബിളെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല, എന്നാലും മക്കളൊക്കെ എഴുതിയും വായിക്കുകയും എല്ലാം ചെയ്യും. അവർ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ എഴുതിയും വായിക്കുകയൊന്നും ചെയ്യില്ല. ഒരു സ്ഥലം മാറിയിട്ട് ഇങ്ങനെ വായിക്കും എഴുതിയെല്ലാം ചെയ്യും. അപ്പം അങ്ങനെ പെൻസിലിൻ്റെ പണിയും കൈയോട് ടച്ച് ചെയ്ത കലയെല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഇതാ കസേരയും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ തോർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ദിവസവും ഡെയിലി ഇതേപോലെ ഒന്ന് കസേരയെല്ലാം ക്ലീനാക്കി എടുത്താൽ നമുക്ക് അങ്ങനെ പൊടിയോ ഒന്നും പിടിച്ചിട്ട് കാണൂല. ഒന്നിച്ച് ക്ലീനാക്കാൻ നിന്നാൽ നമുക്ക് ഭയങ്കര പണിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഡെയിലി ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ തുടച്ചു കൊടുത്താലൊന്നും നമുക്ക് അങ്ങനെ അധികം പണി കാണൂല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വാഷ് ബേസ് വൃത്തിയാക്കി കൊടുക്കാം. ഇത് നമ്മൾ ദിവസവും ഡെയിലി ഒന്ന് ഇതേപോലെ വൃത്തിയാക്കി കൊടുത്താൽ എപ്പോൾ അത് നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഗസ്റ്റുകളെല്ലാം വന്നാൽ പെട്ടെന്ന് നമുക്ക് പിന്നെ ഇതെല്ലാം ഒന്ന് പിന്നെ ഡെയിലി വൃത്തിയാക്കിയാൽ അങ്ങനെ കച്ചറ കാണൂല. അപ്പോൾ ഇതെല്ലാം കേട്ടോ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ ഗ്ലാസ് ഇതേപോലെ ഞാൻ ഇങ്ങനെ പിന്നെ വെള്ളത്തിൽ തന്നെ കഴുകലാണ് കേട്ടോ, തോർത്തി എടുക്കലല്ല. ഇങ്ങനെ വെള്ളത്തിൽ കഴുകിയിട്ട് ഞാൻ തോർത്തലില്ല കേട്ടോ. ഇങ്ങനെ തോർത്തിയാൽ നമുക്ക് ഇങ്ങനെ ആ ഒരു ക്ലീൻ ആകാത്ത പോലെ തോന്നും. ഇതേപോലെ ആ വെള്ളം തന്നെ ഉണങ്ങി കിട്ടുമ്പോൾ നല്ലൊരു പിന്നെ ലൈറ്റ് കിട്ടും കേട്ടോ, ഗ്ലാസ്സിന് നല്ലൊരു ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ വാഷ് ബേസെല്ലാം ഞാനിവിടെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഞാൻ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതവിടെ മക്കളെ ഡ്രസ്സെല്ലാം, മദേഴ്സ് പോയ ഡ്രസ്സെല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഉണ്ടായ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ഒന്ന് നമുക്ക് ബെഡ്ഷീറ്റെല്ലാം മാറ്റിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ദിവസം കൂടുന്തോറും ബെഡ്ഷീറ്റ് മാറ്റിപ്പിച്ച് കൊടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ മാറ്റിപ്പിരിക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് മാറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് നമുക്ക് അലക്കേണ്ട സ്ഥലത്ത് തന്നെ, ആ സ്ഥലത്ത് തന്നെ അപ്പാട് കൊണ്ടിടണം കേട്ടോ. ആടെ കൂട്ടി വെക്കാനോ റൂമിൽ വെക്കാനോ ഒന്നും നിൽക്കാൻ പാടില്ല. അപ്പം നമുക്ക് അപ്പോൾ ഇതാ ഞാൻ പില്ലോയെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ എല്ലാ സാധനവും അതാ സ്ഥാനത്തേക്ക് ഒതുക്കി വെച്ചിട്ട് നമ്മൾ അടിക്കാൻ നിന്നാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടേ കാണൂല കേട്ടോ. നമുക്ക് ഇതേപോലെ ബെഡെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്താൽ റൂമെല്ലാം ഒന്ന് ക്ലീനായിട്ട് കിട്ടിയത് കണ്ടാൽ തന്നെ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാ ഞാൻ പില്ലോയെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. അപ്പോൾ അടുക്കളയിൽ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിവിടെ ഇപ്പുറത്തേക്ക് വരൽ, ഈ ഹാളിലേക്ക്. അപ്പോൾ അത് ഏകദേശം ഒരു 9 മണിയാകുമ്പോഴത്തേക്കും, ഒരു 8:30 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ആ ഉച്ചക്കത്തെ ഫുഡും പിന്നെ രാവിലത്തെ എല്ലാം ആയി കിട്ടും. അതും കഴിഞ്ഞ് അടുക്കള ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് വരും കേട്ടോ, മക്കൾ സ്കൂളിൽ അയച്ചിട്ട്. പിന്നെ അത് ഈ റൂമും ഹാളും ബെഡ്റൂമെല്ലാം വൃത്തിയാക്കാൻ നിൽക്കൽ. അപ്പോൾ ഇതാ ഞാൻ ബെഡ്ഷീറ്റ് പിരിക്കുമ്പോൾ 4 സൈഡിലും ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ നമ്മളെ കടക്കൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്താലും നമ്മളെ പിന്നെ ബെഡ്ഷീറ്റ് ഒന്നും അനങ്ങാണ്ട് നിൽക്കും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആവില്ല. മക്കളെല്ലാം എത്ര തുള്ളി കളിച്ചാലും കടന്നാലും ഒന്നും അങ്ങോട്ട് നീങ്ങിയൊന്നും ചെയ്യില്ല കേട്ടോ. ഇതേപോലെ നീറ്റായിട്ട് തന്നെ ഉണ്ടാവും, ഒരു ചുളിവോ ഒന്നും വരില്ല കേട്ടോ. അതേപോലെ കെട്ടിട്ടാൽ നമുക്കൊന്നും ബെഡ്ഷീറ്റൊന്നും അങ്ങോട്ട് അളകൂല. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് പില്ലോ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ പോസിറ്റ ബ്ലാങ്കറ്റെല്ലാം ഒന്ന് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കങ്ങനെ ഇത് അധികം അങ്ങനെ പൊന്തയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ബെഡിൽ തന്നെ വെച്ചിട്ട് മടക്കി എടുക്കുകയാണ് ചെയ്യൽ. ഈ പൊതിച്ച പുതപ്പെല്ലാം നമുക്ക് മടക്കി വെക്കുമ്പോൾ തന്നെ നല്ലൊരു വൃത്തിയായിട്ട് കാണും കേട്ടോ. നമ്മളെ മക്കളെല്ലാം ഉള്ള സ്ഥലത്ത് എപ്പോൾ നമ്മൾ പിന്നെ എന്ത് അവർ പിന്നെ നമ്മൾ ഒതുക്കി വെച്ചാൽ അവരെന്തെങ്കിലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടെല്ലാം വെക്കുമല്ലേ. അപ്പം അവർ ഇങ്ങനെ പിന്നെ ഒന്നാമത് ഇപ്പോൾ സ്കൂളെല്ലാം തുറന്നിട്ടല്ല, അപ്പം പൊതിയിടലും സ്റ്റിക്കർ ഒട്ടിക്കലും അങ്ങനെ കുറേ കടലാസോട് കളിയോ അങ്ങനത്തെ കുറേ കളിയെല്ലാം ആയിട്ട് എന്തായാലും നമ്മളെ പരൻ്റെ കാട്ടും എല്ലാം ഇല്ലാതിക്കൂല. അപ്പോൾ ഇതാ ഞാനിവിടെ പിന്നെ ഈ അൾമാറയിലൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. എല്ലാ സാധനവും ആ വെച്ച സ്ഥലത്ത് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വെച്ച സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ അൾമാറയിൽ ഇങ്ങനെ ഡെയിലി അല്ലെങ്കിലും നമുക്ക് 2 ദിവസം കൂടുന്തോറും ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ പൊടിയൊന്നും പിടിച്ചിട്ട് കാണിയേയില്ല. അപ്പോൾ മക്കൾ പഠിക്കുന്ന പിന്നെ സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പം അവരെ ബുക്കെല്ലാം ഇങ്ങനെ വിളിച്ചിട്ടിട്ടുണ്ട്. മദ്രസയിലത്തെ തൊപ്പിയും അതെല്ലാം ഒന്ന് ഉണ്ടായ സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ബുക്കെല്ലാം അവർ ഇങ്ങനെ ഒതുക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ബാഗ്, ഹസ്ബൻഡിൻ്റെ ബാഗ് അതെല്ലാം ഉണ്ട്. ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന ആ ബാഗും അതെല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ ഒതുക്കിയിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ തുടച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേഗം തന്നെ ഇങ്ങനെ ചെയ്താൽ വേഗം തന്നെ പണികളെല്ലാം വേഗം തീർന്നു കിട്ടും കേട്ടോ. നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഈ കുഞ്ഞു റൂമിൽ ഞാൻ ഇങ്ങനെ മക്കളെ വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സും അങ്ങനെയെല്ലാം നട്ട വക്കൽ, ഇങ്ങനെ മുസല്ല നിസ്കരിക്കുന്ന മുസല്ലിയും അതെല്ലാം ഒന്ന് പിന്നെ ഇതേപോലെയാണ് നട്ട വക്കൽ. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ കുഞ്ഞു സോഫയുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഇതെല്ലാം വെക്കലാണ് കേട്ടോ. നിസ്കരിക്കുന്ന പിന്നെ മുസല്ലിയും അതെല്ലാം വെച്ച് മക്കളെ ബക്കറ്റെല്ലാം ഉണ്ട്, ഡ്രസ്സ് ഇടുന്ന ബക്കറ്റെല്ലാം ഉണ്ട്. അതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയിട്ട് ഇതേപോലെ ഒരു കർട്ടനാണ് ഇട്ട് കൊടുക്കൽ. അപ്പോൾ ഇതാ നമ്മളെ റൂം ഏകദേശം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിക്കണം. ഞാനിപ്പോൾ റൂം വേഗം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ റൂം ഹസ്ബൻഡിന് നൈറ്റ് ഡ്യൂട്ടി ആണെന്നുണ്ടായിന്. അപ്പം രാവിലെ തന്നെ വന്നിട്ട് ഉറങ്ങലാണ് കേട്ടോ. അപ്പം ഉറങ്ങുമ്പോൾ ഈ റൂം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ വേഗം ഇതൊന്ന് അടിച്ച് ഈ റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. വന്നിട്ട് കടന്നോട്ട് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഈ റൂമെല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂമിലത്തെ പണി കഴിഞ്ഞാൽ നമുക്ക് ഈ റൂമിലേക്ക് അങ്ങനെ വരികയോ വേണ്ടല്ല. അപ്പം അതുകൊണ്ട് ഞാൻ വേഗം അടിക്കുന്നതാണ്. എപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ തന്നെ ആ കട്ടിൻ്റെ അടി എല്ലാം ഒന്ന് അടിച്ചിട്ട് വാരിയെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ കട്ടിൻ്റെ അടിയിലെല്ലാം നല്ല പൊടിയായിരിക്കും. അപ്പോൾ ഇതാ ഞാനിവിടെ നേരെ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. അടുക്കളയിൽ അങ്ങനെ പിന്നെ ഇതങ്ങനെ ഉപയോഗിക്കാത്ത അടുക്കളയാണ് കേട്ടോ. ഞാൻ വർക്ക് ഏരിയയിൽ എല്ലാ കുക്കിങ്ങും എല്ലാം ചെയ്യൽ. അപ്പം ഈ അടുക്കളയിൽ അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായില്ല, കച്ചറയൊന്നും ഉണ്ടായില്ല. ഇതേപോലെ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നീങ്ങിയിട്ടുണ്ടാവും. എല്ലാം ഒന്ന് എടുത്ത് വെച്ച് ഇസ്തിരിയിട്ട സ്ഥലമെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കും. അപ്പോൾ ഫ്രിഡ്ജെല്ലാം ഞാനൊന്ന് പുറം ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ കയ്യിൻ്റെ ഇതെല്ലാം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ബേസും ഒന്ന് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളെ ഈ കിച്ചൺ സെറ്റെല്ലാം ഒന്നരാടെ ഒന്ന് തുടച്ചെടുത്താൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് കാണൂല കേട്ടോ. എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പം ഞാൻ ഇന്നലെ ആ കിച്ചൺ സെറ്റെല്ലാം ഒന്ന് തുടച്ചെടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് അങ്ങനെ തുടക്കുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. മൊത്തത്തിലായിട്ട് ഒന്ന് അടിക്കണം. വർക്ക് ഏരിയയിൽ ഞാൻ കുക്കിങ്ങും ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് എടുക്കുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ എവിടെയെങ്കിലും വണ്ണാമലയെല്ലാം ഉണ്ടെങ്കിൽ ഈ മാച്ചിയോടെ തന്നെ ഒന്ന് കളഞ്ഞാൽ നമുക്ക് അങ്ങനെ വേഗം വണ്ണാമലയൊന്നും കെട്ടി നിൽക്കൂല കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ മോനിങ്ങനെ എടുക്കുന്നെല്ലാം ഇങ്ങനെ സൈക്കിൾ കൊണ്ടെല്ലാം വന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങോട്ട് മാറി, ഞാൻ അടിക്കട്ട്, സൈക്കിൾ കൊണ്ടുവന്നാൽ പൊടിയും സൈക്കിളിനെല്ലാം പറ്റിയിട്ട് അടിച്ച സ്ഥലത്തേക്കെല്ലാം പോകും. അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഞാൻ സൈക്കിൾ അങ്ങോട്ട് മാറ്റി വെച്ച്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഈ നമ്മളെ വീട് ഇതേപോലെ ചെയ്താൽ ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. നമുക്ക് അത്ര വലിയ പണിയും കാണൂല കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടംപോലെ സമയവും ലാഭിക്കാം ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇതാ ഈ സൈഡെല്ലാം ഞാനിങ്ങനെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. മക്കളുണ്ടാവുമ്പോൾ എത്ര അടിച്ചാലും നമുക്ക് എന്തായാലും ആ രാവിലെ ആകുമ്പോഴത്തേക്ക് കാട്ടം ഉണ്ടാവും അല്ലേ. കാട്ടും പൊടിയും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനെല്ലാം സ്ഥലത്തും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി റൂമിലേക്കും കൂടെ ഒന്ന് പോവാം കേട്ടോ. റൂമിലും കൂടെ ഇതേപോലെ അടിച്ചെടുക്കാം. നമ്മൾ അടിക്കുമ്പോൾ തന്നെ ആ കട്ടിലിൻ്റെ അടിയെല്ലാം ഒന്ന് അടിച്ചെടുത്താൽ നമുക്ക് അങ്ങനെ കട്ടിൻ്റെ അടിയൊന്നും അങ്ങനെ പിന്നെ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും. ടാപ്പ് പൊടിയോ അങ്ങനെ ഒന്നും പിടിക്കൂല. നമ്മൾ അടിക്കുമ്പോൾ മുക്ക് മൂലയെല്ലാം ശരിക്കും ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അടയെല്ലാം പൊടി പിടിച്ചിട്ട് ഇങ്ങനെ പൊടിയെല്ലാം ഇടയ്ക്ക് ഇങ്ങനെ മൂലക്ക് ഇങ്ങനെ കെട്ടി നിൽക്കും കേട്ടോ. അപ്പോൾ ആ മുക്കും മൂലയെല്ലാം ശരിക്കും ഒന്ന് അടിച്ചെടുക്കണം.
അപ്പോൾ ഇതാ ഞാൻ ഹാളിലേക്ക് വന്നിട്ടുണ്ട്, ഡൈനിങ് ഹാളിലേക്ക് വന്നിട്ടുണ്ട്. ഇതും കൂടെ അടിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയറൊന്ന് ഒതുക്കി വെക്കുമല്ലോ കേട്ടോ. അപ്പോൾ ചെയർ ഇതേപോലെ ഒതുക്കി വെക്കാത്തത് ഇതുകൊണ്ടാണ് കേട്ടോ. അടിക്കുമ്പോൾ നമ്മൾ ആ ടേബിളിൻ്റെ അടിയിലെല്ലാം വയ്യ നമ്മൾ ആദ്യം വലിച്ചെടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഇതേപോലെ ചെയറെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് അടയെല്ലാം അടിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ ചെയർ വെക്കലില്ലു. ഏകദേശം നമുക്കൊരു 11 മണി ആകുമ്പോഴത്തേക്കന്നെ നമ്മളെ ഈ ക്ലീനിങ് എല്ലാം തീർക്കാട്ടോ. ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം തീർത്തെടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ ശരിക്കും 11 മണിയൊന്നും ആവണ്ട, വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ 11 മണിയായിട്ടുള്ളത്. വീഡിയോ എടുക്കാതെ നിൽക്കുന്നെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം തീർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഹാളെല്ലാം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഈ സമയം തന്നെ നമുക്ക് എന്തെങ്കിലും മടക്കി വെക്കാനെല്ലാം ഉണ്ടെങ്കിൽ അപ്പാട് ആ സമയം തന്നെ മടക്കി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് അങ്ങനെ ദിവസവും നമ്മൾ പിന്നെ അലക്കിയ തുണിയും കുപ്പായം മടക്കി വെച്ചാൽ നമുക്കങ്ങനെ ഒരുപാട് തുണിയും കുപ്പായം ഒന്ന് മടക്കി വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ അലക്കി വെച്ചത് അപ്പാടെ തന്നെ മടക്കി വെച്ചാലൊന്നും അങ്ങനെ ബുദ്ധിമുട്ടേ കാണൂല. അപ്പോൾ ഇത് അടുക്കളയെല്ലാം ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോനിങ്ങനെ വന്നിട്ട് ചൊറയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സൈക്കിളും കൊണ്ട് വന്നിട്ട് എനിക്ക് ഞാൻ അടിക്കുന്നതും തുടക്കുന്നതൊന്നും കണ്ടുകൂടാ. ആ സമയമേ ആകുമ്പോൾ സൈക്കിളും എടുത്തിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാരിയെടുക്കാം. അപ്പോൾ ഇത് അവനിരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാനൊന്ന് ഓനോട് ഇങ്ങനെ മാറാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തുടക്കിട്ട് മാറും മോനെ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പോകുമ്പോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വയ്യ സൈക്കിൾ മാനിച്ചു വെച്ച് തുടച്ചിട്ട് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചേട്ടാ. അപ്പം ഇങ്ങനെ ഞാൻ ഡെയിലി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചു കൊടുക്കും കേട്ടോ. അപ്പം നമുക്കങ്ങനെ തുടച്ചു കൊടുത്താൽ പിന്നെ അങ്ങനെ വലിയ കച്ചറിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ 3 ദിവസത്തിലും 4 ദിവസത്തിലെല്ലാം തുടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നല്ല ചളിയും ഉണ്ടാവും. അപ്പോൾ അതിനെക്കാട്ടി നല്ല ദിവസവും ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ നമുക്കങ്ങനെ ചളിയും കാണില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പം റൂമിന് ആ 2 ദിവസത്തിൽ ഒരിക്കലേ തുടക്കില്ലു. അപ്പം എന്താ ഡൈനിങ് ഹാളും ലിവിങ് ഹാളും പിന്നെ കിച്ചണെല്ലാം ഡെയിലി തുടക്കും കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന വർക്ക് ഏരിയ ഞാൻ അപ്പാടെ തന്നെ തുടച്ചിട്ട് വെക്കലാതെ, പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ പോയില്ല. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഉരച്ചു കൊടുത്താൽ തന്നെ നമുക്ക് അങ്ങനെ ചളിയോ ഒന്നും കാണൂല. ഗസ്റ്റുകളെല്ലാം വന്നാലും നമുക്ക് എപ്പോഴും ഈ ഹാളൊരു നീറ്റായിട്ട് ഇരിക്കണം അല്ലേ. അപ്പം ഹാളും സോഫയും എല്ലാം ഒന്ന് നീറ്റായിട്ട് തന്നെ ഉണ്ടാവണം. അപ്പോൾ ദിവസവും നമ്മൾ തുടച്ചാൽ അങ്ങനെ വലിയ ഒരു ചളിയോ ഒന്നും കാണൂല കേട്ടോ. നല്ലൊരു വൃത്തിയായിട്ട് കാണും കേട്ടോ. അപ്പോൾ കർട്ടനെല്ലാം ഞാൻ 2 ദിവസത്തിൽ ഒരിക്കൽ പൊന്തിച്ചിട്ട് ജനലെല്ലാം ഒന്ന് തുടച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ അതെല്ലാം ഇന്നലെ തുടച്ചതേ ഇല്ലു, അതുകൊണ്ടാണ് പൊന്തിക്കതിന്. അപ്പോൾ ഇവിടെയെല്ലാം ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഹാളിലേക്കും ഡൈനിങ് ഹാളിലേക്കും പോയിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തുടച്ചാൽ ഡെയിലി ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുത്താലും നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടേ കാണൂല കേട്ടോ. ഒന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് അങ്ങനെ പണിയൊന്നും ബുദ്ധിമുട്ട് കാണൂല കേട്ടോ. ദിവസവും ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യമെല്ലാം ചെയ്താൽ നമുക്കങ്ങനെ നല്ല നീറ്റായിട്ട് തന്നെ നമ്മളെ വീട് എപ്പോൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെ വലിയ പണിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ തുടച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് അടുക്കളയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ ഇതേപോലെ വേഗം തുടച്ചെടുക്കുക. വർക്ക് ഏരിയ ഞാൻ നേരത്തെ ആ കുക്കിംഗ് എല്ലാം കഴിഞ്ഞാടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒന്നും തുടക്കുന്നില്ല. ഒരിക്കും കൂടെ ഞാനിവിടെ തുടച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ നമ്മളെ വീടെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വേഗം തന്നെ ഇതേപോലെ ചെയ്തെടുത്താൽ നമ്മളെ വീടെല്ലാം വൃത്തിയായി കിടക്കും കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ.